കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിക്കെതിരെ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന സോണിയാഗാന്ധിക്കെതിരെ BJP കേന്ദ്രത്തിൽ നിന്നും വളരെ ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം ഉയർന്നു. ഈ ആരോപണം നമ്മൾ വളരെ കാര്യമായി വിലയിരുത്തേണ്ടത് തന്നെയാണ്. കാരണം അത് ഉന്നയിച്ചത് BJP എന്ന പാർട്ടിയാണ്. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. പ്രധാനമന്ത്രി BJPയുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിസഭയുള്ള BJP ഭരിക്കുന്ന ഒരു നാടാണ് രാജ്യം. ആ രാജ്യം ഭരിക്കുന്ന BJPയാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കക്കാരനായ കോടീശ്വരനായ ജോർജ് സോറോസുമായി സോണിയാഗാന്ധിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഇവർക്കുണ്ടെന്നും ഈ സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, വിഭജിക്കുക, ഇന്ത്യയെ പ്രത്യേകിച്ച് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പോകുക എന്നതാണ് ആ സംഘടനയുടെ ലക്ഷ്യമെന്നും ആ സംഘടനയുടെ പ്രധാന നേതൃത്വം വഹിക്കുന്നത് ഈ ജോർജ് സോറോസ് ആണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റാണ്, ഉപാധ്യക്ഷയാണ് സോണിയാഗാന്ധി എന്നും ഉള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ആ സംഘടനയുടെ പേര് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക്. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക്, അതായത് FDLAP എന്നാണ് ആ സംഘടനയുടെ പേര്. ഇതിൻ്റെ ഉപാധ്യക്ഷയാണ് സോണിയാഗാന്ധി. ഇവർ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അടർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ്. ജോർജ് സോറോസിനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഈ സോണിയാഗാന്ധിക്ക്. മാത്രമല്ല ശശി തരൂരിനും ഈ സോറോസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ശശി തരൂർ തന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് ജോർജ് സോറോസ് എന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോഴും പ്രചരിപ്പിക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം BJP ഉയർത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ജോർജ് സോറോസുമായിട്ടും ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ ഛിന്നഭിന്നമാക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ ഛിദ്രശക്തികളായി നിൽക്കുന്ന രാജ്യവിരുദ്ധരുമായിട്ടും രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ജോർജ് സോറോസ് ഇന്ത്യയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അയാളുമായിട്ട് വളരെ അടുപ്പമാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെന്നുമുള്ള ഒരു ആരോപണം BJP നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ സോണിയാഗാന്ധിക്ക്, കാരണം തെളിവോടുകൂടിയാണ് പറയുന്നത്, ഈ സംഘടനയുടെ, അതായത് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്ന് പറയുന്ന സംഘടനയുടെ ഉപാധ്യക്ഷ കൂടിയാണ് ഈ സോണിയാഗാന്ധി. ഇത് നമ്മൾ നിസ്സാരമായി കാണണം. നമ്മളൊരു വാർത്ത പത്രങ്ങളിൽ വായിക്കുമ്പോൾ സാധാരണ വാർത്ത വായിച്ച് പോകുന്നത് പോലെ ഈ വാർത്ത വായിച്ചു പോകാൻ പാടില്ല. ചാനലുകളിൽ ഒരു വാർത്ത കേൾക്കുമ്പോൾ BJP ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സോണിയാഗാന്ധിക്കെതിരെ എന്ന് പറഞ്ഞു പോകും, ആങ്കർ അത് പറഞ്ഞു പോകും. പക്ഷേ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത് തന്നെയാണ്. കാരണം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ എല്ലാമാണ് സോണിയാഗാന്ധി. ഇപ്പോൾ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പ്രസിഡന്റിന്റെ ഒരു പദവി അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധിയാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ആക്ട് ചെയ്തിരുന്നത് മാഡമായിരുന്നു, സോണിയാഗാന്ധി ആയിരുന്നു. പലപ്പോഴും മൻമോഹൻ സിംഗ് അക്കാര്യം പറയുകയും ചെയ്തിരുന്നു, മാഡത്തിന് ഇഷ്ടപ്പെടാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെ രാജ്യത്തെ ഒരു കാലത്ത് കയ്യിൽ വെച്ച് അമ്മാനമാടിയ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഈ ജോർജ് സോറോസുമായിട്ട് ബന്ധമുണ്ടെന്നും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമമാണെന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വളരെ ഗുരുതരം. അത് BJP ഉന്നയിച്ചു എന്നുള്ളതാണ് അതിലെ പ്രാധാന്യം. BJP അവരുടെ BJP കേന്ദ്രത്തിൽ മാച്ചു. മാത്രമല്ല പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജുവും ആ പാർലമെന്റിനകത്ത് വെച്ച് ഈ വാർത്താ സമ്മേളനം നടത്തി ഈ ആരോപണം ആവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് BJPയുടെ MPമാർ പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച എടുക്കുകയും അവരവിടെ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ 3 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ഇതിന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ ഇതുവരെയും ഒരു പ്രതികരണം, വളരെ കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത്. സത്യത്തിൽ ഇത് എത്രമാത്രം ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് നമ്മൾ ഇന്ത്യൻ ജനത ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, BJP തെറ്റായ ഒരു ആരോപണമാണ് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ചെങ്കിൽ അതിന് BJPക്ക് കൃത്യമായ മറുപടി കിട്ടണം.
കാരണം BJP അങ്ങനെ ഒരു കഴമ്പുമില്ലാതെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. കാരണം സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു വിദേശ വനിതയാണെങ്കിൽ പോലും ഇന്ത്യയിൽ കോൺഗ്രസിനെ നയിക്കുന്നതും ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ പോലും സാധ്യത ഉണ്ടായിരുന്നതും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ലീഡറാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിക്കെതിരെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണം BJP ഉന്നയിക്കാൻ പാടില്ല. അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? പക്ഷേ BJP അങ്ങനെ ഉന്നയിക്കാൻ സാധ്യതയില്ല. കാരണം BJPക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്തെ അന്വേഷണ സംഘത്തിൻ്റെയും മറ്റുമൊക്കെ കൃത്യമായ വിവരങ്ങൾ അവർക്കുണ്ട്. അവർക്ക് അതിൽ തെളിവായി രേഖകൾ തെളിവായി അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒന്നാണ് അവരിപ്പോൾ ഈ സംഘടനയുടെ ഈ ജോർജ് സോറോസ് നയിക്കുന്ന ഈ സംഘടന രാജ്യത്തെ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഛിദ്ര പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പ്രവർത്തിക്കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഈ ജോർജ് സോറോസിന്റെ നേതൃത്വത്തിൽ വളരെ ഗുരുതരമായിട്ട് ഈ രാജ്യത്തിന് ഇടപെടുകയും വലിയ ഫണ്ട് ഈ ജോർജ് സോറോസ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുക്കുകയും ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മോദി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ജോർജ് സോറോസ് വളരെയധികം ശ്രമിച്ചു എന്നുള്ള വിവരങ്ങൾ അന്ന് നമ്മൾ വളരെ ചർച്ച ചെയ്തതാണ്. അതിന് എതിരായിട്ട് ജോർജ് സോറോസ് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അതിനെതിരായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഏറ്റവും അധികം ഫണ്ട് കൊടുത്തത് ഈ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അട്ടിമറി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഈ ജോർജ് സോറോസ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, പല ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശൈലി ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അതുവഴി ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതിന്റെ ശക്തി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഇസ്ലാമിക് പ്രവർത്തകരുമായിട്ടും ലെഫ്റ്റ് ലിബറൽ ടീമുകളുമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സോറോസിന് രാജ്യത്ത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അതിനുവേണ്ടിയാണ് അത് കോടികൾ മുടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നതാണ്. ആ സോറോസിന് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നും കാശ്മീരിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിനെ അടർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം BJP ഉന്നയിക്കുമ്പോൾ ആ BJPക്ക് ആ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പാർലമെന്റിലെ MP-മാർ ഉന്നയിക്കുന്നു, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിനകത്ത് ഉന്നയിക്കുന്നു, BJP പുറത്ത് ഉന്നയിക്കുന്നു, പാർട്ടി ഓഫീസിൽ വെച്ച് ഉന്നയിക്കുന്നു. ഇതെല്ലാം മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് അതിന്റെ രേഖകളും കാര്യങ്ങളും തെളിവുകളും ഉള്ളത് കൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ആ രാജ്യവിരുദ്ധ പ്രവർത്തനം ഈ പ്രതിപക്ഷ നേതൃത്വം തന്നെ നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ വിഷയമാണ് സൃഷ്ടിക്കുന്നത്.